ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്ന ഗെയിമിന്റെ പേരാണ് എൻ്റെ കൂടെ ഇന്ന് കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻ ഉണ്ട്. My name is Ritu and I am his elder sister. ഞാൻ പക്ഷെ ബാക്കിയുള്ള എൽഡർ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടല്ല, ഞാൻ ഭയങ്കര ചില്ലാണ്. സോയ ഞാൻ അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ സ്റ്റുപ്പിഡ് ഐഡിയാസിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഐ എൻകറേജ് ഹിം ഫോർ ഹിസ് ഡം ഐഡിയാസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ബേസ് കണ്ട് ഞെട്ടല്ലേ, കാരണം അതിൽ ഒന്നുമില്ല ഗൈസ്. നോക്ക് ഗൈസ്, താങ്കളുടെ ഇരിക്കുന്ന ആളുടെ ബേസ് കാണണം. ഓക്കെ, ഇതാണ് അയാളുടെ ബേസ്. എനിക്കറിയാം എൻ്റെ ബേസ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആണെന്ന്. പക്ഷേ അപ്പം ഇനി തിരിച്ചിങ്ങോട്ട് വരണ്ടേ ആയിരിക്കണം. ഓക്കെ, തിരിച്ചിങ്ങോട്ട് വരിക. ഞാൻ കുറച്ച് കാര്യങ്ങൾ വെക്കുവാണ്, കാരണം ഞാൻ കുറെ നാളെ എന്തെങ്കിലും നല്ലത് വെച്ചിട്ട്. ഞാൻ ബില്യണറിനെ വാങ്ങിച്ചായിരുന്നു, ഭയങ്കര പൈസ കിട്ടുന്നുണ്ട്. ബില്യൺ പെർ സെക്കൻഡ് ആണ് എനിക്ക് കിട്ടുന്നത്. കുട്ടു ഭയങ്കര നല്ലവനായതുകൊണ്ട് ഐ വിഷ് ഹി ഗിവ്സ് മീ സംതിങ്. പക്ഷെ അവൻ തരില്ല എന്ന് എനിക്കറിയാം. കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ബില്യണർ കൊടുക്കാൻ പറ്റത്തില്ല എന്തായാലും. അതെനിക്ക് അല്ലെങ്കിലും അറിയാം, എനിക്ക് തരില്ല. അത് ഞാൻ വേറെ സാധനം തരാം. പൈസ ഉള്ളത് തരണോ ഇല്ലെങ്കിൽ ഡാർക്ക് കിങ്ങിനെ തരാം. എനിക്ക് ഡാർക്കിങ് ഉണ്ട്. ആർട്ടിസ്റ്റിനെ തരാമോ? ആർട്ടിസ്റ്റിനെ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. ചേച്ചിക്ക് മില്യണേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെ ഡാർക്ക് കിങ്ങിനെ കിട്ടി? ഒരാൾ ഗിഫ്റ്റ് കാണിച്ചേ ആർട്ടിങ് ശല്യം ചെയ്തപ്പോൾ എത്ര പൈസ കിട്ടും? ഓക്കെ, ഞാൻ ഈ ഒരു ആർട്ടിങ്ങിനെ തരാം. ഇതാണ് ഏറ്റവും പൈസ കൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും പൈസ കാണാൻ പറ്റുന്നുണ്ടോ നിനക്ക്? ഓക്കെ അമ്മേ, എനിക്കൊരു ആർക്കിങ്ങിനെ ഒരു ഈ സാധനത്തിനും കൂടെ ഗിഫ്റ്റ് ചെയ്തിരുന്ന കൊള്ളായിരുന്നു. ഇപ്പം തരാം. ഞാൻ 10 മിനിറ്റ് പൈസ ഉണ്ടാക്കി. എനിക്കൊരു ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നിനക്ക് തിരിച്ചു. ഇത് ഈ സാധനം ഇത് കണ്ടോ, ഇരിക്കും. ഓക്കെ ഫൈൻ, ഒരു ഇതും കൂടെ തരാമോ? എനിക്ക് ആ സാധനം ഞാൻ വാങ്ങിച്ചത് പോലും ഇല്ല. പിന്നെ എങ്ങനെ എനിക്ക് തരാനാ? എനിക്കിത് സാധനം വേണം. ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ചു തരാം. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരിക. എന്റെ പേരെന്താ നിങ്ങൾക്കറിയോ? എന്റെ പേര് നീ പറയല്ലേ. ഈ ഷർട്ടേന്റെ പേര് ഷർട്ട നിന്റെ പറയുന്നില്ല. എന്റെ പേര് കാണിച്ചു കൊടുക്കൂ ഗൈസ്. ദിസ് ഇസ് മൈ നെയിം. അത് കുറച്ചൊന്ന് മുകളിലോട്ട്. ദിസ് ഇസ് മൈ നല്ല പേര്. എനിക്കറിയാം ഗൈസ്, ദിസ് ഇസ് ദ ബെസ്റ്റ് നെയിം ഇൻ ദ വേൾഡ് എന്ന് എനിക്കറിയാം. ഓക്കെ, നീ ബെസ്റ്റ് നെയിം ഒക്കെ എന്റെ ബേസിലോട്ട് കാണിച്ചേ. അർത്തിനെ എന്റെ ബേസിലോട്ട്. എന്റെ ബേസ് നിന്റെ ബേസ് ഞാൻ കാണിച്ചില്ലല്ലോ. എന്റെ ബേസിലോട്ട് വാ. എല്ലാരും ഇങ്ങോട്ട് വരിക. ചേച്ചി ഇങ്ങോട്ട് വരിക. എന്റെ ബേസിന്റെ ഹോം ടൂർ ആണ്. റീബർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? റീബർത്ത് ചെയ്യാണ്. അത് റീബർത്ത് അല്ല, റീബർത്ത് പോയിന്റ്സ്. അത് വാങ്ങിക്കണം കേട്ടോ. മൊത്തം പൈസ പോകത്തേ ഉള്ളൂ. കുറച്ച് നേരം മുമ്പ് പറഞ്ഞിരുന്നത്. റീബർത്ത് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സൈഡിലൊക്കെ ഇരുന്നവർക്ക് റീബർത്ത് പോയിന്റ്സിൻ്റെ അപ്പുറത്ത് നോക്കിയാൽ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് നേരെ ചെന്നാൽ നമ്മളെ മണീൻ്റെ പെട്ടെന്ന് കൂട്ടാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടുന്ന രീതിയാക്കാൻ പറ്റും. ബൂസ്റ്റ് ഉണ്ടോ നോക്കിയോ? അത് കേട്ടി നിങ്ങളിനി എൻ്റെ ഹോമിലോട്ട് വരിക. ചേച്ചി എൻ്റെ വീട്ടിലോട്ട് വാ. ഞാൻ വരുന്നുണ്ടെങ്കിൽ വാ. ഹോം ടൂർ വേണമെന്ന്. എടോ വാടോ. ആരാ പറഞ്ഞ ഹോം ടൂർ വേണമെന്ന്? ഞാൻ ഇങ്ങോട്ട് വാ. ഹോം ടൂർ പിന്നെ എനിക്ക് വേണ്ട, എനിക്ക് വയ്യ. അല്ല, ചേച്ചിയുടെ ഹോം ടൂർ അല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ഹോം ടൂർ. ഇങ്ങോട്ട് വാ. എനിക്ക് വയ്യ, എനിക്ക് ഇതൊക്കെ കൊണ്ട് ശല്യം. ഇത് ഫ്രീസാ. ഇത് ഞാൻ തിരിച്ചുകൊണ്ട് വെച്ചിട്ട് വരാം. ഒരു മിനിറ്റ്. ഈ ഗൂസിനെ കാണിച്ചു കൊടുക്കണം. ഗൂസിനെ എല്ലാരും ഇങ്ങോട്ട് വരിക. എടോ, ഇത് എപ്പോൾ വരാനാടേ? ആ റീവർ പോയിസ് വാങ്ങിച്ചോണ്ടിരിക്കുക നോക്കിയപ്പോൾ. ഞാനിതൊന്നും സെല് ചെയ്തിട്ട് വരാം ഗൈസ്. എനിക്ക് പൈസ ഇപ്പം അത്യാവശ്യമാണ്. അതെങ്ങനെ എടുക്കാനോ? വരുന്നുണ്ടോടോ? നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം ഗൈസ് നിങ്ങളുടെ അടുത്ത്. അവിടെ നിൽക്കണോ?
ഇതൊരു ഒരു ഹോം ടൂർ നടത്താൻ സമ്മതിക്കത്തില്ലല്ലോ. അതാ വരുന്നു. നിങ്ങളിപ്പം ഫസ്റ്റ് ഫ്ലോറിലെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് കയറി വരിക. കണ്ടോളൂ. ഇയാൾ തിരിഞ്ഞു പോയാ ഇയാൾ തിരിച്ചു പോയാട്ടോ. ഓക്കെ, എന്നാൽ ഞാൻ ഗൈസിനെ കാണിക്കാം. കണ്ടോ, ഇതാണ് എൻ്റെ ബേസ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. എനിക്ക് സെക്കൻഡ് ഫ്ലോറും കൂടി ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലോട്ട് ഞാൻ ഇപ്പോൾ പോവാണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഫ്ലോറ്. ഇവിടെ എനിക്ക് കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സിംഗേഴ്സും ഉണ്ട്. എനിക്കത് രണ്ടും കുറച്ച് തരാമോ? ഇപ്പം തരാം. താങ്കൾ എൻ്റെ ഈ ഹോം ടൂറിന് വന്നില്ലല്ലോ. അത് വന്നായിരുന്നു. എൻ്റെ ഇത് ഫ്രീസായെന്ന് പറഞ്ഞു. അതെനിക്ക് ഞാൻ നോക്കാൻ പോയത്. ആ ശരി. ഇപ്പം എവിടെയാണ് നിൻ്റെ ബേസ്? എടോ, ഇപ്പം എൻ്റെ അടുത്തോട് വന്നല്ലേടോ ഉള്ളൂടോ. സെക്കൻഡ് ഫ്ലോറിലോട്ട് വരാം. സെക്കൻഡ് ഫ്ലോറിലോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഫ്ലോർസും ഉണ്ട് സൈഡിലോട്ട്. ഉണ്ടായിരുന്നു സൈഡിലോട്ട് ഫ്ലോർസും ഉണ്ട്. എന്ത് ചേച്ചി എൻ്റെ കയ്യിൽ മാത്രമില്ലേ? കണ്ടത് കണ്ടോ ഫ്ലോർസ്? ഇതൊക്കെ ഇതിലേ കാണല്ലേടോ. പേരും എടോ ഇതുണ്ടോ? ഞാൻ വന്നു. എന്നെ കണ്ടോ നീ? ഞാൻ താഴെ വീണോ? വീണ്ടും ആ ഫ്ലോറിൽ ചെന്ന് നിൽക്കണം. ഞാൻ സെക്കൻഡ് ഫ്ലോർ വരാം. ഞാൻ വന്നു സെക്കൻഡ് ഫ്ലോറിൽ. ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ വന്നു. ഞാൻ എനിക്ക് എന്നെ കണ്ടോ? ആ ഉണ്ട്. ഉയ്യോ, അതെന്തുവായിരുന്നു? ഞാൻ ജമ്പ് ചെയ്തപ്പോൾ ഒന്ന് ആകാശത്ത് വരെ പോയി. ആകാശത്തല്ലടാ, മൂണിൽ പോയാ. അങ്ങനെയും കൂടെ പറ. ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ചെയ്യും. ആർട്ടിസ്റ്റിന് എത്ര ആടാ? 1 trillion per second. 1 trillion per second. ഓ ഷിറ്റ്. ഒരു സിംഗറിനെ കൂടെ തരാമോ? ഞാനില്ലേ 3 മാസത്തെ ഗ്രാൻഡിങ്ങിൽ കിട്ടിയിരിക്കുന്നപ്പം ഒരെണ്ണത്തിന് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു തരാം. ഇതൊക്കെ വിശ്വസിക്കാവോ? മുമ്പേ എനിക്ക് ഞാൻ രോജ് തിരിച്ചു അങ്ങോട്ട് കൊടുത്തായി. തിരിച്ചെതിരായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് കാരണം ഞാൻ എൻ്റെ അനിയൻ എൻ്റെ ടാബിൽ റീബർത്ത് ചെയ്തു. താങ്കൾ എന്ത് ചെയ്യേ? എന്നെ കാണാൻ പറ്റുന്നത് ഞാൻ empty സ്പേസിലുണ്ട്. empty സ്പേസ് ചെയ്യോ? അവിടെ അതെന്തോടെ സിംഗറിന്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്? പാട്ട് പാടുമല്ലേ? വല്ലാത്ത പാട്ട്. ഞാൻ എന്തായാലും എൻ്റെ ബേസിൽ കൊണ്ടത് വെച്ചിട്ട് ഞാൻ ഇച്ചിരി കൂടിയ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ് ഗായ്സ്. ഞാൻ ഒരു ഡാർക്കിങ് വാങ്ങിച്ചാലോ? ഡാർക്കിങ്ങിനെ നല്ല ഡാർക്കിങ് വളരെ മോശമാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ. ഞാൻ കിങ് എന്നാവാ എന്തായിരുന്നു അതിൻ്റെ പേര്? റോയൽ കിങ് ആ കളത്തിൽ എന്ന് പറയുന്നത്. സോംബിക്ക് നമുക്ക് ഇത് കൊടുക്കണം അല്ലേ? ബില്യനാണോ പെർ സെക്കൻഡ്? ഭയങ്കര നല്ലതാണല്ലോ. ഇതൊന്ന് ഞാൻ കൊണ്ട് സെല് ചെയ്തിട്ട് കുറച്ച് ഡാർക്ക്. എനിക്കൊരു 5 ഡാർക്കിങ്ങിന് കിട്ടി. അതൊക്കെ ഞാനൊരു സീക്രട്ട് കുട്ടിയെന്ന് പറഞ്ഞു തരത്തില്ല. പക്ഷെ ഗായ്സിന് പറഞ്ഞു തരും ചിലപ്പോൾ. ഗായ്സിന് ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കും. അപ്പം എനിക്ക് കിട്ടും കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും കേട്ടോ. ഞാൻ വേറെ കാര്യം ചെയ്യാം. ആ പ്രത്യേകത ഞാൻ എഡിറ്റ് ചെയ്യുന്ന പോലും ഇല്ല. പിന്നെ എന്തിനാ ഞാൻ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്? ഓയാ, നീ എഡിറ്റ് ചെയ്യാറില്ലല്ലേ? നീ ഡയറക്റ്റ് നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ തന്നെ. വെരി ഗുഡ്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ലടോ. ഇല്ല, ചേച്ചിക്ക് അറിയാവോ? ഒന്ന് എഡിറ്റ് ചെയ്ത് തരണേ. എഡിറ്റ് ചെയ്ത് തരാം. ഒന്ന് പഠിപ്പിക്കുകയും ചെയ്യണം. യെസ് ഗായ്സ്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ഒരു ക്ലാസ് വെക്കണം എനിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ നടക്കുന്നുവോ? സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല ഉണ്ട്. ഫ്ലോർ ഉണ്ടോ? ഉണ്ടോ? അയ്യോടോ, സെക്കൻഡ് ഫ്ലോറിൽ ഇവൻ എന്തൊക്കെയാണ് നോക്കിയടാ. അതല്ല, അവൻ ഇതുണ്ട്, റൂബക്സ് ഉണ്ടോ? ഉണ്ടോ കുറേ സാധനങ്ങളൊക്കെ ചെയ്യണം. എനിക്ക് കുറച്ച് റൂബക്സ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. എനിക്ക് അച്ഛൻ എന്തായാലും വാങ്ങിച്ചു തരും. ഞാൻ അച്ഛൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. എനിക്ക് റോബക്സ് കിട്ടാൻ ഒരു അച്ഛൻ എനിക്ക് പറഞ്ഞത് ക്ലൗഡ് ഗെയിമിംഗ് ഓണാക്കി തരാമെന്ന്. ക്ലൗഡ് ഗെയിമിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഗെയിം അറിയാം. പിന്നെ ഓക്കെ, അടുത്ത് നമ്മുടെ സ്വന്തം അമ്മൂന്റെ ഹോം ടൂറിലോട്ടാണ് ഞാൻ പോകുന്നത്. അമ്മൂന്റെ ഹോം ടൂർ.
എന്റെ സ്വന്തം അനിയത്തി അമ്മൂട്ടി എന്ന പേര്. ഇതിനകത്ത് ഹബീബി താൽത്താൽ കാണിച്ചു തരുന്നതാണ്. ഇതാണ് കുറച്ച് പൊട്ട ബിസിനസ് ബീക്കറും കുറച്ച് രൂപവും പിന്നെ ഇൻഫ്ലുവൻസർ അതുകൊണ്ട് ഇതാണ് എന്റെ അനിയത്തിന്റെ പ്രോ ബേസ്. അതെ പ്രോയ്ക്ക് കുറച്ച് കൂടി. അതെ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ അത്രയും നല്ല ബേസ്. ഈ സാധനം ഇതിനെ കൊണ്ട് വെച്ചേ. ഇത് ഇവരിവിടെ കൊണ്ടുവച്ചാ. ഇത് പാട്ട് കേട്ടോണ്ട് നിങ്ങൾ വെക്കട്ടോ. ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നു ഈ വീട് ഭയങ്കര നോയിങ് ഭയങ്കര സൗണ്ടൊക്കെ ആണെന്ന്. അതിൻ്റെ അടിയാണ്. പക്ഷേ ഗൈസ് എന്തുണ്ട് ഈ വീട് കുട്ടികൾ ഭയങ്കര സൈലന്റ് ആണ് വീട്. ഇതിപ്പോൾ എല്ലാവരും കൂടെ കൂടിയത് കൊണ്ടാണ് ഇത്രയും സൗണ്ട്. അല്ലാത്തപ്പോൾ സൈലന്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഈ വീട്ടിലുണ്ടെന്ന് പോലും അറിയത്തില്ല. അത്രയും സൈലന്റ് അല്ല കുട്ടു. ചെവി കേട്ടനെ പറയണമായിരുന്നു. ഞാൻ പോയെന്തെങ്കിലും പൈസ കൂടിയത് മേടിക്കട്ടെ. ബിക്കോസ് ഐ ആം സോ എനിക്ക് റാപ്പറിനെ കിട്ടി. എനിക്ക് 1K ഉണ്ട് നമ്മുടെ സ്വന്തം. ഞാൻ റാപ്പറിനെ മേടിക്കട്ടെടാ. എനിക്ക് 1K ഉണ്ട് നമ്മുടെ സ്വന്തം. ഇവിടുത്തെ ഞാൻ മൊത്തം കൊണ്ട് കളയുകയും ചെയ്തു. കുന്നം ബേട്ടാ കുട്ടികൾ അങ്ങനെയൊന്നും ആരുടെടുത്തും പറയാൻ പാടില്ല. അവന്റെ ഉണ്ടായിരുന്നത് സമൂരയാണ്. 25 ക്യൂയോ അടാ മോനെ. ഞാനൊന്നും പറയുന്നില്ല. പാട്ട് നശിപ്പിച്ച് ആ പാട്ടിന്റെ ഒരു ഗും പോയി. നീ ആ പാട്ടിന്റെ ഗും കാണുന്നില്ലോ. ഒന്നുകൂടെ നമ്മുടെ എന്റെ അനിയത്തിന്റെ ഒരു ബീഫ് ഇത് വേണോ? കണ്ടോളൂ കണ്ടോളൂ കണ്ടോളൂ. നിങ്ങൾ കണ്ടിട്ട് തല ഇറങ്ങി വീടില്ല. അത്രയും നല്ല ബേസാണ്. ഇന്നത്തെ വീട് നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് വാ, എന്റെ ബേസിന്റെ ഫ്രണ്ടിൽ വാ, നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്നാൽ കുട്ടുവിന്റെ ഇത് എന്ത് ചെയ്യാം ഗൈസ്. എനിക്കറിയാം ഈ വീഡിയോ ഭയങ്കര ഏർലി ആയിട്ടാണ് നടത്തുന്നതെന്ന്. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ ന്യൂ ആണ്. അതുകൊണ്ട് നിൽക്കുന്നുണ്ടോ? നേരെ നിൽക്കാം. ഓക്കെ ഗൈസ്, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇതിനകത്ത് കണക്റ്റഡാ. എനിക്കറിയാം കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡിയാണ്. ബൈ. എനിക്ക് എന്റെ കസിൻ ആയിട്ടുള്ള ഒപ്പം ബൈ ബൈ ബൈ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ് ഗൈസ്. ബൈ. എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് പാർട്ട് എഡിറ്റ് ചെയ്താൽ മതിയേ.